ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളിതേ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്ടാ. ഭയങ്കര തിരക്കാണ്. ഷടപടെ ഒരു 11 മണിയാകുമ്പോഴേക്കും നമുക്ക് വീട്ടിലെത്തണം. അപ്പം അതുകൊണ്ട് തന്നെ എന്നിട്ട് പറയാ ആകെ ഒരു വെപ്രാണാണ്. എന്നിട്ടാണ്ടൊക്കെ കാണിച്ച് എങ്ങനെയൊക്കെയോ കുളിപ്പിച്ച് എങ്ങനെയൊക്കെയോ ഇറങ്ങാണ്, എങ്ങനെയൊക്കെയോ പോവാണ്. അപ്പൊ ഇതിനാണ് ഇനിയിപ്പോ ഡെലിഷ്മോൻ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ബാക്ക് ടു ഭാര്യ ലൈഫ്, അല്ല ഭാര്യ ലൈഫ് ഭാര്യ വീട്ടിൽ. ഇനി പുതിയ വീട്ടിലേക്ക് ആയിരിക്കില്ലേ വന്നെ. അപ്പൊ ഭാര്യ വീട്ടിലത്തെ ലാസ്റ്റ് ദിവസമായിരുന്നു ഇന്ന്. കഴിഞ്ഞു. ഇനി നമ്മൾ പോണത് പുതിയ വീട്ടിലേക്ക് ആയിരിക്കും. കൊച്ചിന്റെ കാല് വെപ്രാളത്തില് ഒരു വിരല് പുറത്തായിരുന്നു. മൊട്ടത്തലേമൊക്കെ നിറച്ചതേ കൊതുകുകള് കൂത്തായിട്ട്. അതേ കണ്ട കൊതുകുകള് കുത്തി സുഖമായി കൊതുകുകൾക്ക് തിന്നാൻ വേണ്ടിട്ട്. 2 മൊട്ടാസ്. അപ്പൊ നമുക്ക് അപ്പൊ വണ്ടി സ്റ്റാർട്ടാക്ക. ഡാഡോട് പറയി പോയി. ഡാഡ ഉണ്ട്. അമ്മാമ്മക്ക് മോടുക്കാതാ രക്ഷപ്പെട്ടു. അത് കൊടുത്തറാ. ഓക്കെ ബൈ ബൈ. വൺസ് മോർ അഗൈൻ. നീ അപ്പൊ പുതിയ വീട്ടിലാണോ? 3 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെ കൊണ്ടുവരാറുണ്ട്. അതന്നെ. അപ്പൊ കാണാം. പിന്നെ തുടങ്ങും. അവിടെ എന്തായി? ടാറ്റാ ബൈ. അയ്യോ അതിന്റെ കൊതുക് പെയ്യണത് കണ്ട. വണ്ടി കയറിയപ്പോ സമാധാനം. എന്റെ മോന്റെ ഫോൺ എന്റെ ബാഗിന്റെ ഉള്ളിലുണ്ട്. അതുമ്പോ തന്നെ ഉണ്ടാ അന്നത്താ ഞാൻ വഴക്കണ്ട. ഞാൻ കാച്ചിക്ക് കൊടുത്തോളട്ടെ. കാച്ചിക്ക് ഉമ്മ കൊടുത്തോളട്ടെ. ശരി, ഓക്കെ. പറഞ്ഞേക്ക് ഫോൺ വിളിക്കുക. വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഡെക്കാത്തലോൺ ഇറങ്ങിയേക്കാ. ഡെക്കാത്തലോൺ അവസാനം പറയുമ്പോ മാറിപ്പോ. ആൾക്ക് 2-3 ഷോർട്സ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് പോരാണ്. അല്ല ഇവിടെ എത്തി. പോരല്ല, ഇവിടെ എത്തി. കണ്ട മൊട്ടത്തല ചൂടാവും. വീണുതാ. എവിടെയാണോലെ ആദ്യത്തിന് ഇഷ്ടാണോ. എന്നിട്ടാ പൊട്ടിച്ചു കഴിഞ്ഞാൽ കാശ് കൊടുക്കേണ്ടി വരും കേട്ടാ. അവിടെ വെക്കാ. പെട കയ്യിൽ പിടിച്ചോട്ടെ. അപ്പൊ ഇക്കട്ടെ വേണ്ടേ? ഇഷ്ടായ ഇത് വേണം അത് വേണം. അമ്മേനെ കളിക്കാനാ. കൊട്ടയില് വേഗം പറക്കിട്ടോ. അതോ 2 3 പൂളാ. എന്താ ചിരി. നടത്ത് ചേട്ടനും അമ്മയും ചേച്ചിമാർക്ക് വണ്ടി വന്നിട്ടുണ്ട്. കുഞ്ഞു സൈക്കിൾ ഓടിക്കണത്. പക്ഷെ ഇങ്ങോട്ട് വരണ്ടായിരുന്നു നമ്മളൊരു ദിവസം. കുഞ്ഞു സൈക്കിളുണ്ട് അവിടെ ഓടിക്കാൻ. ചെറിയ കുഞ്ഞു പൂളതോ. അത് വേണ്ട, അത് വിളിക്കളയാനാ. ഇഷ്ടം പോലെ പൂളുണ്ട് അവിടെ. എടുത്തിട്ടു. ബാറ്റ് വേണം. ബാറ്റ് നോക്കാൻ പറ്റി. എങ്ങനെ അടിക്ക സച്ചിനാ? കളിക്ക്. അപ്പ കളിയാ. ബില്ലടിക്കാൻ ഒരാള് സഹായകൻ. എടുക്കുന്നെടുത്തത്
ഗേറ്റ് അടക്കി വേഗം. എങ്കടാ കൊണ്ടുപോയേ നിന്റെ തലയിലേക്ക്? അവര് ആച്ചിട്ട് ടൂര് പോടാ. ടൂറ് പോവാന്നവര് വേഗോട്ടെ. അങ്ങനെ ഡെക്കാത്തലോണിലൊക്കെ കയറി വീട്ടിലേക്ക് തിരിച്ചു പോന്നു കേട്ടാ. അവിടെ എത്തിയതും ആദത്തിന്റെ തനി സ്വരൂപം കണ്ടു എന്നുള്ളതാ. നമ്മളിപ്പോ വെക്കേഷൻ വന്നിട്ട് ഇപ്പൊ ചേട്ടായി ഒരു 5-8 മാസമായിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈമാണ് ആദത്തിനെ കൊണ്ട് പോകുന്നത്. അവിടെ എത്തിയപ്പോ ആകപ്പാടൊരു എന്താ പറയാ, ഒരു ആക്രാന്തം പോലെ ബോളുകൾ എടുത്ത് പറക്കിലിടില്ല, ഓരോ സാധനങ്ങൾ എടുത്ത്. അപ്പൊ അത് അവിടെ സൈക്കിൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ സക്കിൾ ഓടിക്കണം എന്ന് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു, സക്കിൾ നീ ഇപ്പൊ ഓടിക്കണ്ട, നീ ആയിട്ടില്ല, കുറച്ചും കൂടി ആവട്ടെ. ഇവിടെ കുഞ്ഞി സൈക്കിൾ ഇരിക്കുന്നുണ്ട്, അത് അവൻ കാലെത്തിച്ച് ഇങ്ങനെ ചവിട്ടണുള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ചവിട്ടി തുടങ്ങിയിട്ടില്ല. അപ്പൊ എന്തായാലും വലിയ സൈക്കിള് വേണമെന്നാണ്, അത് ഓടിക്കണം എന്നാണ് അവൻ അവിടെ ചെന്നിട്ട് പറയണേ. അപ്പൊ ഞാൻ പറഞ്ഞു അതിപ്പോ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഒരു വിധത്തില് ഒരു പെട്ടി ഫുള്ള് ബോൾ നിറച്ചിട്ടുണ്ടായിരുന്നു. ഒരു മറ്റേ ട്രോളിയുടെ പോലത്തെ അതില് ഡ്രസ്സുകളും അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ടു. ഞങ്ങള് മാറ്റിയിട്ട് കഴിഞ്ഞിട്ട് ബില്ലടിച്ച് സാധനം എടുത്ത് വന്നപ്പോ കൊച്ചിന് ആകെപ്പാടൊരു ബോളാ കിട്ടിയുള്ളൂ. അപ്പൊ വണ്ടി കയറിയപ്പോ പറഞ്ഞിട്ടോ, ബാക്കി ബോളോ. ഞാൻ പറഞ്ഞ ബാക്കി ബോളാ ചേട്ടന്മാര് വരുമ്പോ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അങ്ങനെ ആശ്വസിപ്പിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ട. പിന്നെ വീട്ടില് നമ്മൾ മുട്ടടിക്കുന്ന കാര്യം വീഡിയോ കോൾ ചെയ്തിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അപ്പാപ്പനും അമ്മാമ്മയും കണ്ടപ്പോ വെച്ചു നമ്മള് ആദത്തിന്റെ മുട്ടടിക്കുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, അബ്രുവിന്റെ മുട്ടടിക്കുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ആദത്തിന് നമ്മളെ ഇങ്ങനെ ട്രിമ്മർ വെച്ചിട്ട് ചെയ്തിട്ട്, പക്ഷെ ഷേവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ മുടി, അത് ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ആദത്തിന്റെയും കൂടി ഇങ്ങനെ നമ്മൾ മുട്ടടിക്കാന്ന് വിചാരിച്ച് മുട്ടയ്ക്ക് അടുപ്പിച്ചത്. അത് അവിടെ എത്തിക്കഴിഞ്ഞപ്പോ, അതായത് നമ്മള് ഫസ്റ്റ് തന്നെ മുടി വെട്ടാൻ എനിക്ക് 2 മൈൻഡ് ആയിരുന്നു. മുടി വെട്ടണോ മുട്ടടിക്കണോ? എനിക്ക് മുട്ടടിക്കണോണ്ട് വലിയ താല്പര്യമില്ല, കാരണം കൊച്ചിന്റെ ഒരു ലുക്ക് പോകുന്ന പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമില്ല. എന്നാലും ഇത് ഷേവ് ചെയ്യാത്ത കാരണം മുട്ടടിപ്പിച്ചത്. ഇനി മുട്ടടിക്കേണ്ട ആവശ്യമില്ല, ഇനി എന്തായാലും എൻ്റെ മുട്ടടിപ്പിക്കില്ല. അങ്ങനെ നമ്മൾ വീട്ടിലിപ്പോൾ എത്തിയിട്ടുണ്ട്. അമ്മിച്ചിയുടെ അടുത്ത് യാത്ര ഒക്കെ പറഞ്ഞു പോന്നു. ഇനി എന്തായാലും വീട്ടിലേക്ക് പോലുണ്ടാവില്ല, ലാസ്റ്റ് വീട്ടിലേക്ക് പോലാണ്. ഇനി എത്ര നാൾ കഴിയുമ്പോഴാണ് ആൾ വരാം. എന്തായാലും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ സെറ്റായി കഴിയുമ്പോൾ കൊണ്ടുവരാൻ വരുമായിരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു, എനിക്കറിയില്ല. അപ്പം എന്നാലും നമുക്ക് ഒരു കിട്ടണമെങ്കിലും അധികം ദിവസത്തേക്കൊന്നും കിട്ടില്ല, കുറച്ച് ദിവസത്തേക്കല്ലേ കിട്ടുള്ളൂ. അപ്പം അങ്ങനെ അമ്മച്ചിയുടെ അടുത്തൊക്കെ യാത്ര പറഞ്ഞു. അമ്മച്ചി പറഞ്ഞു, മോൻ വിഷമിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട, അതൊന്നും കുഴപ്പമില്ല, പിള്ളേരൊന്നും ഇവിടെ കുഴപ്പമുണ്ടാവില്ല, അവിടെ പോയി ജോലിക്കൊക്കെ കയറിക്കോ. ഇവള് ഓരോന്നൊക്കെ പറഞ്ഞ് ഇവള് വേണമെങ്കിൽ കരയിപ്പിക്കും, ഞാൻ മെന്റലി ഡൗൺ ആക്കും, നീ അതിൽ ഇതാവണം എന്നൊക്കെ പറഞ്ഞ് കുറെ ഉപദേശം മരുമോന് കൊടുക്കണ്ടായിരുന്നു. അങ്ങനെ അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞു പോന്നു നമ്മള്. ഇനി വീട്ടിലേക്കില്ല, വീട്ടിലത്തെ ലാസ്റ്റ് പൂലായിരുന്നു, ലാസ്റ്റ് യാത്ര പറച്ചില്. അപ്പച്ചൻ്റെ അടുത്ത് ഇന്നലെ രാത്രിയാണ് പറഞ്ഞിട്ടുണ്ടായി. പിന്നെ നമ്മൾ പോന്നപ്പോൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായി. പിന്നെ സ്റ്റെബി ഉണ്ടായുള്ളൂ, ഡിന്നിയും ഹസിയും എവിടെയായിരുന്നു, ഒല്ലൂരായിരുന്നു. അപ്പൊ അവരുടെ അടുത്ത് അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വീട്ടിലത്തെ യാത്ര പറച്ചിൽ ചടങ്ങ് നമ്മുടെ കഴിഞ്ഞു. അവസാനമായി ഭാര്യ വീടിനോട് യാത്ര പറഞ്ഞിട്ട് ഇഷ്മോൻ അങ്ങനെ വരന്തരപ്പള്ളിയിൽ എത്തിയിരിക്കുന്നു. അപ്പൊ അവരോട് എന്നിട്ടൊക്കെ പറഞ്ഞേ, എന്നിട്ടൊക്കെ കൊണ്ടുവരാനോ പറഞ്ഞേ, എന്നിട്ടൊക്കെ വാങ്ങിക്കാനോ പറഞ്ഞേ. അപ്പാപ്പനോട് എന്നിട്ട് വാങ്ങിക്കാൻ പറഞ്ഞേ. ഇത് ചിക്കൻ പമ്പാ എന്നിട്ടാ ഇതാരെ കൊണ്ടതേത്? എന്നിട്ടൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞ അപ്പാപ്പനോട്. ഇപ്പൊ മിണ്ടില്ലേ അവൻ? അപ്പുരു നോക്കട്ടെ, ഞാൻ അവനിഷ്ടത് കൊട്ടക്കേക്ക് ഇഷ്ടായാ? ആത്തിന് ഇഷ്ടായി. അത് തിന്നവൻ കൂമ്പൻ. അപ്പാപ്പ അപ്പുരക്ക് എടുക്കണ ആധാര മോനാ? കൊച്ചിന് സമയില്ലേ പറയാൻ വേണ്ടിട്ട്, തിരക്കണ്.
അബ്രു ടുട്ടിട്ടിണ്ടേ ടിണ്ടിട്ടിണ്ടേ അവരിക്ക് നോക്കിയ അപ്പാപ്പന്റെ കയ്യില് അപ്പാപ്പന്റെ അബരുവാ ചായ കുടിയൊക്കെ കഴിഞ്ഞുട്ടാ. ഇപ്പൊ 2-3 ദിവസമായിട്ട് എന്താണെന്നറിയില്ല, കട്ടൻ ചായ കുടിക്കാനാണ് ഇഷ്ടം. അതായത് പാൽ ചായ കുടിച്ചാ തോന്നു കട്ടൻ ചായ ഇഷ്ടം. അപ്പൊ കട്ടൻ ചായ വെച്ച് കുടിച്ചു. അബ്രു കാർ എടുത്തോട്ടെ കുഞ്ഞോ. അബ്രു കാർ എടുത്തു. അവന്റെ കാറ് അവന് എത്ര കാറുണ്ട്? എത്ര കാറുണ്ട് പറയാൻ ആദംകുട്ടാ? ഈ കാറ് ഫുള്ളും എവിടെയായിരുന്നു? പുറത്തായിരുന്നു. എന്നിട്ട് ആദം വണ്ടിയുടെ ഉള്ളിൽ വെച്ച് ലോക്കാക്കി വെച്ചു ആദത്തിന്റെ കാറുകൾ. എന്നിട്ട് ആദം രാവിലെ ഉച്ചയായിപ്പോ പോയി എടുത്തിട്ട് വന്നൂല്ലേ. വന്നു കഴിഞ്ഞപ്പോ ദേ പോണു കാറ്. അവിടെ വീട്ടിലൂടെ കിട്ടിടാൻ പറഞ്ഞേ. ദേ ഇട്ടു. ഇപ്പൊ 3 കാർ അബുരിന്റെ അടുത്ത് എത്തിയില്ലേ. ഭയങ്കര കുറുമ്പനായ കണ്ട ഈ ആദണ്ടല്ലോ. കാർ അവിടെ എത്തിയില്ല. ഈ ആദംകൂട്ടൻ നമ്മുടെ കണ്ണ് തെറ്റി കഴിഞ്ഞാൽ അബ്രുവിന് എടുക്കാം. അബ്രു സ്റ്റെപ്പ് കയറി ആദം പോയി എടുക്കും. അബ്രു എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞാൽ ജല്ലമ്മ പിടിച്ച് നിന്ന് ആദം പോയി എടുക്കും. എടുക്കണോണ്ട് കുഴപ്പമില്ല. ആദം കുറച്ചുകൂടി വലിയ കുട്ടിയായിട്ട് ആദത്തിന് ഉണ്ണി എടുക്കാം. ഇപ്പൊ എടുക്കാറായിട്ടില്ല. കുറച്ചുകൂടി വലിയ പോയിട്ട് ആദത്തിന് സ്കൂളിൽ കൊണ്ടുപോകണം. ചോറ് മാമ ആദം കൊടുക്കും. സ്കൂളിൽ കൊണ്ടുപോവാതെ സക്കളമ്മ കൊണ്ടുപോവാതെ കാറുകളൊക്കെ വണ്ടിയുടെ ഉള്ളിൽ കൊണ്ടുപോയിണ്ടായിരുന്നു. അവിടെ ഹസിക്കൂട്ടം വന്നപ്പോ ഇത് കാറുകളൊക്കെ വണ്ടിയുടെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് തുടങ്ങിയതാണ് ഇവന് ഏത് കാറ് കിട്ടിയാലും വണ്ടിയുടെ ഉള്ളിൽ കൊണ്ടുവയ്ക്കും. ഇപ്പൊ അത് എടുത്തു കൊണ്ടുവന്ന് വന്നതാ. എന്നിട്ട് വീണ്ടും ദേ എടുത്ത് വെച്ചു. ദേ അവിടെ നോക്കി നിക്കണ്ട്. പിന്നെ അവൻ എന്തെങ്കിലും ചെയ്യേണ്ട ഒരു സമയം നിക്കില്ല. ഇങ്ങനെ ഡാലി മമ്മീനെ വിളിക്കട്ടെ. ഞാൻ വിളിക്കട്ടെ ഡാലി മമ്മീനെ. ഡാലി മമ്മി ഹലോ. ഡാലി മമ്മിയുടെ വണ്ടി ആദം വിളിക്കുന്നുണ്ട്. വിളിച്ച് പറയാൻ പോകണ്ട ഞാൻ. ഡാലി മമ്മിയോട് ഞാൻ വിളിച്ച് പറയട്ടെ. ഡാലി മമ്മി വിളിക്കട്ടെ. ആട്ട നമ്മൾ ഉണ്ടാക്കിയത് മറ്റേ ഗോതമ്പില്ലേ, ഗോതമ്പ്. നല്ല ഗോതമ്പിന്റെ അടയേട്ടാ. തേങ്ങയൊക്കെ ഇട്ട് ഫില്ലിങ്സ് ഉണ്ട് ഇതില്. നല്ല ഇലയില് ചുട്ടെടുത്ത ഗോതമ്പട. നമ്മുടെ ആദംകുട്ടൻ ഇടയ്ക്ക് കഴിക്കും. ചുട്ടട കുറച്ചും കൂടി ഹാർഡല്ലേ. ഇതിങ്ങനെ വേവിക്കുമ്പോ കുറച്ചും കൂടി സോഫ്റ്റ്നെസ് ഉണ്ട്. അപ്പൊ ചേട്ടൻ തിന്നോ? ചേട്ടന് ഇഷ്ടാവോ? ഇഷ്ടായാ? അതിന്റെ ചേച്ചി എങ്ങനെ പോയേ? വീട്ടിക്ക് പോയി അവള്. ആദത്തിന് കളിക്കാൻ എത്ര നേരം ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവള് ഈ വീട്ടിൽ പോയി പാദം പറഞ്ഞേക്കുന്നത് 2 അടി അവൾക്ക് വീട്ടിൽ ചെന്ന് കൊടുക്കാനാ. നാളെ വരുമ്പോ അവൾക്ക് 2 അടിയാ. നല്ലതാ. നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.